തിരുവനന്തപുരം കണ്ടല സഹകരണ ബാങ്കിൽ ഭാസുരാങ്കനും കുടുംബവും നടത്തിയത് 3,22,00,000 രൂപയുടെ തട്ടിപ്പെന്ന് ഇഡിയുടെ ആദ്യഘട്ട കുറ്റപത്രം. ഭാസുരാങ്കൻ, മകൻ അഖിൽജിത്ത്, ഭാര്യ എന്നിവരടക്കം 6 പേരെ പ്രതികളാക്കിയുള്ള ആദ്യഘട്ട കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. നിതിൻ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, കണ്ടല സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഭാസുരാങ്കന്റെ കുടുംബം നടത്തിയത് 3,22,00,000 രൂപയുടെ തട്ടിപ്പെന്ന് ഇഡിയുടെ ആദ്യ കുറ്റപത്രം. ഇഡിയുടെ കുറ്റപത്രത്തിൽ എന്തൊക്കെ വിശദീകരിക്കുന്നു? കണ്ടല സർവീസ് സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. CPI നേതാവും ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായ ഭാസുരാങ്കൻ, മകൻ അഖിൽ, 2 പെൺമക്കൾ, ഭാര്യ അടക്കം 6 പ്രതികൾക്കെതിരെയാണ് ആദ്യഘട്ട കുറ്റപത്രം. കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 3,22,00,000 രൂപ ഇടപാട് നടന്നെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. CPI നേതാവ് ഭാസുരാങ്കന്റെ പേരിൽ 51 ബിനാമി നിക്ഷേപമുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടല ബാങ്കിൽ നിന്നുള്ള കോടികൾ എവിടേക്ക് പോയെന്ന അന്വേഷണത്തിനൊടുവിലാണ് മുൻ പ്രസിഡന്റ് N ഭാസുരാങ്കനും കുടുംബവും കരുവന്നൂർ മാതൃകയിൽ നടത്തിയ വഴിവിട്ട ഇടപെടലിനെ കുറിച്ചുള്ള വിവരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലഭിക്കുന്നതും ഈ കേസുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കേസിന്റെ ആദ്യ കുറ്റപത്രം ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഫിജി. ശരി, നിതിൻ പ്രഭാകരൻ റിപ്പോർട്ട് ചെയ്യുന്നു.